നമസ്കാരം, മാസ്റ്റർ ഡ്രൈവിംഗിലേക്ക് സ്വാഗതം. നമ്മുടെ DSSSM മെത്തേഡിലെ രണ്ടാമത്തെ എസ്സിനെ കുറിച്ചാണ് ഇന്നേക്ക് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ആണ്. വണ്ടിയിൽ കയറിയിരുന്നോ, നിങ്ങൾ ഡോറിൻ്റെ കാര്യം അറിഞ്ഞു, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ സ്വന്തം വണ്ടീനെ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആശാമാരോട് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ നിങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ. അപ്പോൾ രണ്ടാമത്തെ എസ് എന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിൽ പിടിക്കുന്ന രീതി, രണ്ട് രീതിയിലാണ് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. അപ്പോൾ വണ്ടി കയറിയിട്ട് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഒന്നാമത്തെ മെത്തേഡ് 10 മണി 10 മിനിറ്റ് എന്നുള്ള, ക്ലോക്കിൽ ഒരു 10 മണി 10 മിനിറ്റ് എന്നുള്ള ഒരു ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ തള്ളവിരൽ എപ്പോഴും സ്റ്റിയറിങ്ങിൻ്റെ വെളിയിലായിരിക്കണം, അകത്ത് പിടിക്കരുത്, പുറത്തായിരിക്കണം. അപ്പോൾ 10 മണി 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റിയറിംഗ് പിടിക്കുന്ന സമയത്ത് 10-10 എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കൈ പിടിക്കാൻ. ഇപ്പോൾ 10-10 വരുമ്പോൾ നമ്മുടെ കൈ കുറച്ച് ബെൻഡായിരിക്കും, വളഞ്ഞിട്ടിരിക്കണം. സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 10-10 പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ എന്ത് ചെയ്യണം, ഒരു ലൈറ്റായിട്ട് ബെൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റാണ്, പിടിക്കുന്ന രീതി കറക്റ്റാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, സ്റ്റിയറിംഗ് പിടിക്കുന്നതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിങ് മെത്തേഡ് എന്നാണ് അതിന് പറയുക. നമ്മുടെ കൈയുടെ വ്രിസ്റ്റ് സ്റ്റിയറിംഗിൽ ഇരുന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് നിങ്ങളുടെ കൈ ഇങ്ങനെ വ്രിസ്റ്റ് സ്റ്റിയറിംഗിൻ്റെ മുകൾ ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള രീതിയല്ല. അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുകൂടെ ഫ്രണ്ടിലേക്ക് ആക്കുക. ജസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് വ്രിസ്റ്റ് ഹാങ് ചെയ്തിടുക. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഹാങ് ആവുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതി കറക്റ്റാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആശാമാരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു, വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ടയറിൻ്റെ സ്ഥാനം, പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ചിലപ്പോൾ പുറകിലുള്ള ഒരാൾ കയറി പിന്നെ അടുത്ത നിങ്ങളാണ് കയറുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടയർ റൈറ്റോ ലെഫ്റ്റോ ഫുൾ റൊട്ടേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് ഭാഗത്തേക്ക് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ടത് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ കറക്റ്റാണോ, സ്ട്രൈറ്റ് ആണോ എന്നുള്ളത്, ടയർ സ്ട്രൈറ്റ് ആണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. അതിന് ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ടയറിൻ്റെ സ്ഥാനം ഫുൾ, ഇപ്പോൾ റൈറ്റാണ് ഞാൻ ഓടിച്ചിരിക്കുന്നത്, ടയറിൻ്റെ സ്ഥാനം ഫുൾ റൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വലിയ ഭാഗം ഓരോ വണ്ടിയുടെയും വ്യത്യസ്ത രീതി കമ്പനി നെയിം ഉണ്ടാവും. അപ്പോൾ വോൾക്സ് വാഗനാണെങ്കിൽ W എന്നുണ്ടാവും, മാരുതി എന്നാണെങ്കിൽ മാരുതി എന്നുണ്ടാവും. അപ്പോൾ അത് 2 പ്രാവശ്യം മുകളിലേക്ക് വരുന്ന രീതി സ്ട്രൈറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇയോൺ ആയതുകൊണ്ട് ഈ N എന്നുള്ള, അല്ലെ ഹുണ്ടായി ഡച്ച് എന്നുള്ളത് മുകളിലോട്ട് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഈ വലിയ ഭാഗം മുകളിലേക്ക് വരും. ഒന്നുകൂടെ റിട്ടേൺ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കറക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ വണ്ടിയിൽ കയറി സ്വന്തമായിട്ട് വണ്ടിയുള്ളവരുണ്ടെങ്കിൽ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഫുള്ളായി റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക, തിരിച്ചു പിടിക്കുക. എന്നിട്ട് 2 പ്രാവശ്യം അത് സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക. അത് 3-4 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുക.